ഹായ് ഫ്രണ്ട്സ്, ഷാലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ തക്കാളി ചെടികളാണ്. ഇതിൻ്റെ രണ്ടാം ഘട്ട വളമിടിയിലും മൂന്നാം ഘട്ട വളമിടിയിലും ഒക്കെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അതായത് പൂവ് വന്ന് നിൽപ്പുണ്ട്. ഇതാ നിറയെ പൂവൊക്കെ ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ ഇതിന് തൂണും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടുകളൊക്കെ കട്ടി കുറഞ്ഞതാണ്. കാറ്റടിച്ച് പെട്ടെന്ന് ചരിഞ്ഞ് ഒടിയും. അപ്പോൾ അതിന് ഇതുപോലെ തൂണൊക്കെ കൊടുത്ത് നിർത്തുക. അപ്പോൾ നന്നായിട്ട് പൂവുകളായിട്ട് നിൽപ്പുണ്ട്. ഇനി പൂവൊന്നും കൊഴിഞ്ഞു പോകാതെ കായ പിടിക്കാനുള്ള വളമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ഞാൻ വെർമി കമ്പോസ്റ്റാണ് എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ജൈവവളം അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ തക്കാളി കായ പിടിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജൈവവളം അതിൻ്റെ വളർച്ചയ്ക്കും കായൊക്കെ വലുതാവാനും ആയിട്ട് എന്തെങ്കിലും ഒരു ജൈവവളം കയ്യിലുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഈ ചെടികൾക്ക് പൂവിടാനായിട്ട് കൊടുത്തത് 5 ml ഫിഷ് അമിനോ ആസിഡും 10 ഗ്രാം സ്യൂഡോമോണസും 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും 3 ml ഫിഷ് അമിനോ ആസിഡ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്തത്. ഫിഷ് അമിനോ ആസിഡ് കയ്യിലില്ല എങ്കിൽ നമ്മുടെ മീൻ കഴുകുന്ന വെള്ളവും അതിൻ്റെ വേസ്റ്റും കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം അതിൽ ഒരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് ഒരു 5 ദിവസം തണലത്ത് അടച്ചു വയ്ക്കുക. 5 ദിവസം തണലത്ത് അടച്ചു വെച്ചാൽ പോരാ, രാവിലെയും വൈകുന്നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ അതിൽ പുഴുവൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് 5 ദിവസം കഴിയുമ്പോൾ എടുത്ത് അതിൽ നന്നായിട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും കുറച്ചുകൂടി വെള്ളം കൂടുതൽ ചേർത്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഈ മണ്ണും വെർമി കമ്പോസ്റ്റും ചാണകപ്പൊടിയും ചേർത്ത മിക്സ് ഇവിടെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തക്കാളി ചെടിയുടെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സ്ഥലമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വളം ചേർത്തിട്ട് മുകളിൽ മണ്ണിടാതെ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുത്തത്. പിന്നെ ഈ തക്കാളിയുടെ ചുവടൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ വേരൊക്കെ മുകളിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇളക്കിയ വേരിനൊക്കെ ക്ഷേതം സംഭവിച്ച് ചെടിയെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേരൊന്നും പൊട്ടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇത് സ്പേസ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ വലിയ പാത്രത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നന്നായിട്ട് ചുവടെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ തക്കാളി ചെടിക്ക് വരാവുന്ന മറ്റൊരു രോഗമാണ് മുരടിപ്പ് എന്ന് പറയുന്നത്. പൂവിടുന്ന സമയമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിന് മുന്നേ വന്ന തക്കാളി ചെടികളൊക്കെ ഞാൻ ശ്രദ്ധിക്കാതെ തന്നെ അതെല്ലാം നശിച്ചു പോയായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ ഇതിലേക്ക് കഞ്ഞിവെള്ളവും സവാളയുടെ തോലും 2 ദിവസം ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഡൈലൂട്ട് ചെയ്ത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നല്ലൊരു മാറ്റമുണ്ട്. പുതിയതായിട്ട് ഇലകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക്. മുരടിപ്പ് വരാതെ തന്നെ ഇതൊക്കെ ഒന്ന് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതെൻ്റെ മറ്റൊരു ചുവട് തക്കാളിയാണ്. ഇതിൽ ഞാൻ 4 ചുവട് തക്കാളിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഗ്രോ ബാഗോ ചാക്കോ ഒന്നുമല്ല, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന സാധാരണ ഒരു കവറാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഞാൻ 4 ചുവട് നട്ടതിന് ശേഷം പിന്നീട് കുറച്ച് വലുതാകുമ്പോൾ മാറ്റി നടാമെന്ന് കരുതിയതാണ്. പക്ഷേ അത് നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഈ തക്കാളിയുടെ ചുവട്ടിലും ഇതുപോലെ വളം ചെയ്ത് കൊടുക്കാം. തക്കാളിക്ക് ഇതുപോലെ പുതയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ചുവട്ടിൽ എപ്പോഴും തണുപ്പ് നിലനിൽക്കും. ഇതിൻ്റെ ചുവട്ടിലായിട്ട് ഞാൻ കുറച്ച് ഉണങ്ങിയ കരിയിലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പുതയായിട്ട് മാറുകയും ചെയ്യും. അതൊരു വളമായിട്ട് അതിൻ്റെ ചുവട്ടിൽ കിടക്കുകയും ചെയ്യും. ഈർപ്പൊക്കെ എപ്പോഴും നിലനിൽക്കും. ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് സ്പേസേ ഉള്ളൂ. ഉള്ള സ്പേസിൽ ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിക്ക് ഇങ്ങനെ പുതയിടുന്നത് വളരെ നല്ലതാണ്. പുതിയതായിട്ട് കരിയില മാത്രമല്ല, പച്ചില വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ചുവട്ടിലിട്ടാൽ അതും വളരെ നല്ലതാണ്. അത് നല്ലൊരു വളമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസിനായിട്ട് ഷാലി കിച്ചൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം. എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ. ഇതെന്ന് പറയുന്നത് ഞാൻ മീൻ കഴുകിയ വെള്ളമാണ്. അപ്പോൾ മീനും ഇറച്ചിയൊക്കെ കഴുകുന്ന വെള്ളം നമ്മൾ വേസ്റ്റാക്കി കളയാതെ അത് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അത് പൂവിടുന്നതിനും കാ പിടിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.